അസ്സലാമു അലൈക്കും. നമസ്കാരം. ഒലിവിൻ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മസിയദ് ഇരിങ്ങല്ലൂർ. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമലയിൽ വൻ സുരക്ഷാ വീഴ്ച. 2019 സ്വർണവാതിൽ സ്ഥാപിച്ചത് ഗവൺമെന്റ് സുരക്ഷയില്ലാതെ. അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. വേങ്ങര വലിയോറ ജാമിയ ദാറുൽ മആരിഫ് ക്യാമ്പസ് കലാമേള സെരിഗസ് 12ാമത് എഡിഷൻ തുടക്കമായി. ലോകത്തെ നെട്ടിച്ച് എപ്സ്റ്റീൻ ഫയൽസ്. ഡൊണാൾഡ് ട്രംപിന്റെ പേര് 69 തവണ. എപ്സ്റ്റീന്റെ സ്വകാര്യ വിമാനത്തിൽ ട്രംപ് 8 തവണ യാത്ര ചെയ്തതായും വെളിപ്പെടുത്തൽ. മൊറോക്കോയിൽ ആഫ്രിക്കൻ മാമ്പാങ്കത്തിന് ആവേശ തുടക്കം. ആദ്യ മത്സരങ്ങളിൽ നൈജീരിയക്കും സെനഗലിനും ജയം. പ്രവാസികളെ നെട്ടിച്ച് കുവൈത്ത്. വിസ ഇൻഷുറൻസ് താമസ നിയമം പ്രാബല്യത്തിൽ. സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ജോലിയിൽ കയറാം. വാർത്തകൾ വിശദമാകുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ 2019 ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിലുകളും സ്പോൺസർ ചെയ്തപ്പോൾ ഒരു ഗൺമാന്റെ സുരക്ഷ പോലും ഉണ്ടായിരുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുരക്ഷാ വീഴ്ചയാണോ അതോ ഒത്തുകളിയാണോ? പമ്പയിൽ നിന്നും റിപ്പോർട്ടർ ഫലു ചേരുന്നു. ഫലു, കേൾക്കുന്നുണ്ടോ? ഫലു, അതെ കേൾക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണം എവിടം വരെയായി? അതെ, ഇവിടെ കാര്യങ്ങൾ വളരെയധികം മോശമാണ്. കാരണം ശ്രീകോവിലിൽ ശില്പികളിൽ നിന്നും വാദികളിൽ നിന്നും വല്ല സ്വർണവും കുറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവിടെ അന്വേഷണം തുടങ്ങിയത്. അതിനെ തുടർന്ന് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനെ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് ഒരു സുരക്ഷയും ഇല്ലായിരുന്നു എന്നത് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭക്തർക്ക് ആശങ്കയുണ്ടോ? അതെ, ഭക്തർ വളരെയധികം ആശങ്കയിലാണ്. കാരണം ഇത്രയും മഹത്തായ അവരുടെ സ്വർണത്തിൽ നിന്ന് വല്ലവരും അത് ഉപയോഗിക്കുമോ, വല്ല കാര്യത്തിനും എടുക്കുമോ എന്നതിനെ തുടർന്ന് അവൾ വളരെയധികം വിഷമത്തിലാണ്. പ്രതിപക്ഷം ഇതിനെ തൊട്ട് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ മറുപടിക്കായി നമുക്ക് കാത്തു നിൽക്കാം. എന്തായാലും ഭക്തർക്ക് അനുകൂലം തന്നെ ആവട്ടെ. നമുക്ക് ഇനി ക്യാമ്പസ് വാർത്തകളിലേക്ക്. വിദ്യാർത്ഥികളുടെ സർഗാത്മക പോരാട്ടത്തിന് വേദിയൊരുക്കി സെരിഗസ് 2K25 ആവേശം വാനോളം ഉയരുകയാണ്. ഗ്രൗണ്ടിൽ നിന്നും റിപ്പോർട്ടർ ഫർഹാൻ നമ്മോടൊപ്പം. ഹലോ, കേൾക്കുന്നുണ്ടോ സാർ? അതെ, കേൾക്കുന്നുണ്ട്. അതെ. ക്യാമ്പസിലെ ആരവം നമുക്ക് കേൾക്കാമോ? അതെ, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കേരളത്തിലെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ദാറുൽ മആരിഫ് എന്ന പൂങ്കാവനത്തിലാണ് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ വർഷവും നടത്തി വരുന്ന സെരിഗസിന്റെ അതിമനോഹരമായ വേദിയിൽ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ സംഘാടകർ നൽകിയിട്ടുള്ളത്, ഇവിടെ സംഘാടകർ ഇന്ന് ഈ ക്യാമ്പസിൽ നൽകിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള പ്രമേയം എന്താണ്? അതെ, പ്രമേയം വളരെയധികം മനോഹരമായിട്ടുള്ള പ്രമേയം തന്നെയാണ്. കയർ എന്ന അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പ്രമേയം നടന്നുകൊണ്ടിരിക്കുന്നത്. സെരിഗസ് അത് മാറ്റൊരുക്കുന്ന സംഭവം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കയറിൻ്റെ വിഷയങ്ങളൊക്കെ പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ. ആ കയറിൽ വലിയ പ്രമേഹമാണ് അടങ്ങിയിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുള്ള ഒരു തീം തന്നെയാണ് കയർ എന്നുള്ളത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെയധികം വലിയ സംഭവം തന്നെയാണ് ഇന്ന് ദാറുൽ മആരിഫ്. എത്രത്തോളം മത്സരങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്? 130 മത്സരങ്ങളിൽ അതുപോലെ 200-ലേറെ വിദ്യാർത്ഥികളാണ് മാറ്റൊരുക്കുന്ന അതിമനോഹരമായിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓർക്കിഡ്, അതേപോലെ ഓസിസ്, അതേപോലെ തന്നെ ഒലിവ് എന്ന ഈ 3 ടീമുകളിലൂടെയാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വിദ്യാർത്ഥികളും ഓരോ കഴിവുകൾ കാണിച്ചുകൊണ്ട് ടീമുകളെ മുന്നോട്ട് എത്തിക്കാനുള്ള കുതിപ്പിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, നിങ്ങൾക്ക് ലക്ഷ്യം എന്താണ് പറയാനുള്ളത്? ലക്ഷ്യം എന്നുള്ളത് ഓരോ വിദ്യാർത്ഥികളുടെ ടീം വിജയിക്കുക, അതിൽ നിന്ന് കപ്പ് അവർ മുത്തമിടുക എന്നുള്ള മാത്രമാണ് ഇപ്പോഴത്തെ അവരുടെ ലക്ഷ്യം. അതിനെ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന്. ഏതായാലും 3 ടീമുകളും ഒരുമിച്ച് പോരാടുകയാണെന്ന് തോന്നുന്നു. വിജയം ആർക്കൊപ്പമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി ഫർഹാൻ. ചേരുക ഒലിവിൻ എക്സ്ക്ലൂസീവ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.